ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 ത്തിലെ 14ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് താൻജിറോ ഓടി വന്നിട്ട് ഇനോസ്കിക്ക് ഒരു ഇടി അങ്ങ് കൊടുക്കുവാണ്. ആ ഇടിയിൽ ഇനോസ്കിയുടെ എല്ലൊക്കെ പൊട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇനോസ്കി തെറിച്ചും പോകുന്നുണ്ട്. തെറിച്ചു പോകുന്ന സമയത്ത് എല്ല് പൊട്ടുന്ന സൗണ്ട് കേട്ട് നമ്മുടെ സെനിച്ചു പറയാണ്, അയ്യോ ചത്തി തെറിച്ചു പോയി കിടക്കുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയം താൻജിറോ ഇനോസ്കിയോട് ചോദിക്കുകയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒരിക്കലും ഒരു ഡീമൺ സ്ലെയറും വെച്ച് അടി ഉണ്ടാക്കാൻ പാടില്ല. അത് മാത്രമല്ല നീ ഇനി ഒരു ഡീമൺ സ്ലെയറുടെ മുന്നിൽ നീ നിന്റെ വാൾ ഉയർത്താൻ പാടില്ല എന്ന് നമ്മുടെ ഇനോസ്കിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ. നിനക്ക് ഞാൻ വാളെടുക്കുന്നതാ പ്രശ്നം, എന്നാൽ നീ എന്റെ കൈ കൊണ്ട് നീ ഇപ്പൊ ചാവാൻ പോവാടാന്ന് പറഞ്ഞ് ഇനോസ്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വരുവാണ് നമ്മുടെ താൻജിറോയുടെ അടുത്തോട്ട്. അതേസമയം താൻജിറോ പറയുന്നുണ്ട്, എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, നീ ഇനി അടി ഉണ്ടാക്കലെന്നാടാ ഉദ്ദേശിച്ചത്. കേൾക്കാതെ ഇനോസ്കി താൻജിറോ അടുത്തോട്ട് ഫൈറ്റ് ചെയ്യാൻ വരുവാണ്. അങ്ങനെ ഇനോസ്കി താൻജിറോനെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര സ്പീഡിലാണ്. ഇതൊക്കെ കണ്ടോണ്ട് ജനിച്ചു പറയുവാണ്, ഇവന്റെ എല്ല് തന്നെ ആയിരുന്നോടാ നേരത്തെ ഒടിഞ്ഞത്. താൻജിറോ വിചാരിക്കുവാണ്, എടാ ഇവന്റെ എല്ല് തന്നെ അല്ലാടാ ഞാൻ പൊട്ടിച്ച്, എന്നിട്ട് അതുപോലെ മൈൻഡ് ചെയ്യാതെ ഇവൻ എന്തുവാണ് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അത് മാത്രമല്ല ഇനോസ്കിയുടെ മൂവ്മെന്റ്സ് ഒക്കെ വളരെയധികം സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവൻ എവിടെ നിന്നാണ് അടിക്കുന്നത്. അത് മാത്രമല്ല ഇനോസ്കി ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നേരെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇനോസ്കി താഴെ കൂടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇനോസ്കി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ താൻജിറോയുടെ കാലിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാട്ടുപന്നിയുടെ ഒക്കെ പോലെ കിടന്നുകൊണ്ടാണ് ഇനോസ്കി അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവാണ്. താൻജിറോ ഇനോസ്കിയോട് പറയുന്നുണ്ട്, നീ ഇനി നിന്റെ ബോഡി ഒന്നും അനക്കാൻ പാടില്ല, കാരണം നിന്റെ ഒരുപാടധികം എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, അത് നിനക്ക് പ്രശ്നമാവും നമ്മുടെ താൻജിറോ പറയുവാണ്. അതേസമയം ഇനോസ്കി പറയുവാണ്, എനിക്ക് ഇത് മാത്രമല്ല ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഫ്ലെക്സിബിൾ ആയിട്ട് ഇനോസ്കി തല പുറകിലൂടെ വളച്ച് കാലിന്റെ അടി കൂടെ കാണിക്കുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജെനിറ്റ്സുവിനും അവിടെ ഉണ്ടായിരുന്ന 3 കുട്ടികൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടുകൊണ്ട് ആ 3 കുട്ടികളും ജെനിറ്റ്സും വിചാരിക്കുവാണ് താൻജിറോ മിക്കവാറും ഈ ഫൈറ്റ് തോക്കുമെന്ന്. അതേസമയം തന്നെ താൻജിറോ പറയാണ്, നീ മര്യാദക്ക് ഇരുന്നോ, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അടി കൊണ്ട് ചാവുക. കേട്ടിട്ട് കലിപ്പായിട്ട് ഇനോസ്കി ഓടി നമ്മുടെ താൻജിറോ എടുത്തോട്ട് വരുവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജിറോയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. അതേസമയം തന്നെ നമ്മുടെ താൻജിറോയുടെ തല വെച്ചിട്ട് ഇനോസ്കിയുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കും. അടിയുടെ ഫോഴ്സ് കാരണം അവന് തലകറക്കമൊക്കെ വരുവാണ്. അത് മാത്രമല്ല അവന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് താരോട്ടും വീരുവാണ്. ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇരിക്കുവാണ് ജെനിറ്റ്സു. കാരണം ജെനിറ്റ്സു ഒരു സൗണ്ട് കേട്ടും, അതും തലയൊട്ടി പൊട്ടുന്ന സൗണ്ട്. എനിക്ക് ഇവിടെ എന്തോ സംഭവിക്കുന്നത്, എന്നോട് ആർക്കും ഒന്ന് പറഞ്ഞു തരുമോ പറയുവാണ് ജെനിറ്റ്സു. ഇനോസ്കിയുടെ മുഖം എല്ലാവരും അവിടെ വെച്ച് കാടുവാണ്. അന്നേരം ജെനിറ്റ്സു വിചാരിക്കുവാണ്, അയ്യോ ഞാൻ ഇങ്ങനെയല്ലല്ലോ ഇവന്റെ മുഖം പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. അവർ നോക്കുന്ന സമയത്ത് ഇനോസ്കിയുടെ മുഖം കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ മുഖം പോലും. ജെനിറ്റ്സു പറയാ, അയ്യേ ഇവനെക്കാണ് ഒരു പെണ്ണിന്റെ കൂട്ടുണ്ടല്ലോ. അന്നേരം ഇനോസ്കി ചോദിക്കുക, എടാ നീ എന്തുവാടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ വാ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പുറകെ പോയി ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. ഇതേസമയം ഇവിടെ ഇനി ഒരു അടി ഉണ്ടാവണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ താൻജിറോ പറയുവാണ്, നിന്റെ മുഖം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു പെണ്ണിനെ പോലൊന്നും അല്ല. അത് മാത്രമല്ല ഈ ഫൈറ്റ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു, കാരണം ഞാൻ ഈ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഇനോസ്കി പറയുവാണ്, ഹേ നീ എങ്ങനെ വിജയിക്കുന്നേ, ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ, മര്യാദയ്ക്ക് നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം താൻജിറോ പറയാണ്, ഹേ അതൊന്നും പറ്റത്തില്ല, ഞാനാണ് ഈ ഫൈറ്റിൽ വിജയിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നില്ല എന്ന് പറയുവാണ് നമ്മുടെ താൻജിറോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ 3 കുട്ടികളും അതുപോലെ തന്നെ ജെനിറ്റ്സും വിചാരിക്കുകയാണ്, ശരിക്കും ഇവിടെ ആരാ വിജയിച്ചത് ആരാ തോറ്റത്. അവർ രണ്ടുപേരും അവിടെ കിടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഞാനാ വിജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തർക്കിക്കുക. ഇതേ സമയം ഇനോസ്കി താൻജിറോട് ചോദിക്കുന്നു, നിനക്ക് എന്റെ പേരെന്തോ അറിയാവോ? എന്റെ പേരാണ് ഇനോസ്കി തജിബ്ര. ഇതേ സമയം താൻജിറോ പറഞ്ഞു, ഇനോസ്കി തജിബ്രയോ, ഇതെന്തോ പേരാടാ, നീ ഈ പേരൊന്നും എനിക്ക് സ്പെല്ലിംഗ് ആക്കി പേപ്പറിൽ എഴുതി തരാമോ, ഇതൊന്നും എങ്ങനെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. ഇനോസ്കി പറയാണ്, അയ്യോ എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും എനിക്കറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, എന്റെ അമ്മയും എന്റെ അച്ഛനും ഞാൻ വിചാരിച്ചപ്പോൾ ഒരു പാറയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ പേര്, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനോസ്കി പെട്ടെന്നൊന്നും അനങ്ങാതിരിക്കുന്നത്, ഒരു സ്റ്റാച്ചു പോലെ. കണ്ട് താൻജിറോയ്ക്കും ആ 3 കുട്ടികൾക്കും ജെനിറ്റ്സുവിനും ഒന്നും മനസ്സിലാവുന്നില്ല. സമയം തന്നെ ഇനോസ്കി ബോധം കെട്ട് താഴെ വീരുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ജെനിറ്റ്സു ചോദിക്കുവാണ് താൻജിറോയോട്, എടാ നീ അവനെ കൊന്നോടാ, നീ എന്തോ പരിപാടിയാടാ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻജിറോ ചിന്തിക്കുവാണ്, ഞാൻ ഇവനെ കൊല്ലണമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ അടിച്ചത്, അത് മാത്രമല്ല ഞാൻ ഇവനെ കൊല്ലുന്ന അത്ര ഫോഴ്സിലൊന്നുമല്ലോ ഇവനെ അടിച്ചത്, അത് മാത്രമല്ല ഞാൻ അടിച്ച സമയത്ത് തന്നെ ഇവൻ മയങ്ങി വരേണ്ടതല്ലേ, അന്നേരം ഒന്ന് മയങ്ങി വരാട് എന്നോട് കുറെ നേരം സംസാരിച്ചിട്ട് വല്ലേ ഇവൻ മയങ്ങി വേണത്, ഇവിടെ എന്തോ സത്യം പറഞ്ഞ സംഭവിക്കുന്നത് താൻജിറോ ആലോചിക്കുവാണ്. അത് മാത്രമല്ല ഇനോസ്കിയുടെ വായിൽ നിന്ന് പതയൊക്കെ വരുന്ന സമയത്ത് തന്നെ താൻജിറോയോട് വന്ന് ആ കൊച്ചുകുട്ടി ചോദിക്കുവാണ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ താൻജിറോ, നിന്റെ തലയൊന്ന് കാണിക്കും, ഞാൻ തൂത്ത് തരാമെന്ന് പറയണം. അങ്ങനെ തല കാണിക്കുമ്പോൾ താൻജിറോയ്ക്ക് തൂത്ത് കൊടുക്കുകയാണ് ആ കൊച്ചുകുട്ടി. ജെനിറ്റ്സു വിചാരിക്കുവാണ്, സത്യം പറഞ്ഞ ഇവിടെ എന്തോ സംഭവിക്കുന്നത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, ഇവിടെ എന്തോ സംഭവിച്ചതെന്ന്. അത് മാത്രമല്ല ഇനോസ്കിയുടെ തലയിൽ നിന്ന് ചോര വരുന്നു, അടിച്ച താൻജിറോയുടെ തലയിൽ നിന്ന് ചോര വരുന്നില്ല, ഇവിടെ സത്യം പറഞ്ഞ് എന്തോ സംഭവിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, ഇപ്പോഴും ഇനോസ്കി ബോധം കെട്ട് തന്നെ കിടക്കുവാണ്. താൻജിറോയുടെയും ജെനിറ്റ്സുവിന്റെ ഡ്രസ്സൊക്കെ ഇനോസ്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് തല വെക്കാനോ ഒന്ന് പുതയ്ക്കാനും. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി എഴുന്നേക്കുവാണ്. ഇനോസ്കി എഴുന്നേറ്റപ്പോൾ തന്നെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്, പെട്ടെന്ന് തന്നെ വേണം, നിന്നെയൊക്കെ ഞാൻ കൊല്ലുവിടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റ്സുവിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ജെനിറ്റ്സു ഓടിപ്പോയിട്ട് ആ കൊച്ചുകുട്ടിയുടെ പുറകെ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇനോസ്കിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇനോസ്കി ചോദിക്കുവാണ്, എടാ നീയൊക്കെ എന്തുവാണ് അവിടെ കാണിക്കുന്നത്? അന്നേരം താൻജിറോ പറഞ്ഞു കൊടുക്കുവാണ്, മരിച്ചുപോയ ആൾക്കാർക്ക് ശാന്തി കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറയുവാണ്. താൻജിറോ ഇനോസ്കിയോട് പറയുവാണ്, നീയും ഒന്ന് പ്രാർത്ഥിക്കുക. അന്നേരം നമ്മുടെ ഇനോസ്കി പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ആദ്യം നീ എന്ന് വന്ന് എൻ്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യും, എന്നിട്ട് നീയൊക്കെ എന്തെങ്കിലും ചെയ്യും, നീ പ്രാർത്ഥിക്കുകയോ നമ്മുടെ എന്തെങ്കിലും ചെയ്യാൻ പറയുവാണ്
നമ്മുടെ ഇതേ സമയം തന്നെ താൻജറോയ്ക്ക് മനസ്സിലാവുന്നു ഇവൻ എന്തോ പ്രശ്നമുണ്ട്. ഇതേ സമയത്ത് തന്നെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്, നിനക്ക് മരിച്ചവരെ കാണുന്നത് പേടിയാണെങ്കിൽ നീ അതങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ വളച്ചു കെട്ടി കാര്യങ്ങളൊക്കെ പറയുന്നത്? നിനക്ക് പേടിയാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ, നീ അവിടെ വല്ലതും പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തോളാം, അല്ലെങ്കിൽ നീയും ഞങ്ങളുടെ കൂടെ കൂടാൻ നമ്മുടെ താൻജറോ ഇനോസ്കിയോട് പറയുക. ഇനോസ്കി പറയുവാണ്, ആർക്കാണ് ഇവിടെ റെസ്റ്റ് വേണ്ടിയത്? എനിക്കൊന്നും ഇവിടെ റെസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് പറ്റും, എനിക്ക് ഇപ്പം തന്നെ പറ്റും, എനിക്ക് വേണമെങ്കിൽ 100 അല്ല 500 പേർക്ക് വേണമെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറയുവാണ് നമ്മുടെ ഇനോസ്കി. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇനോസ്കി അവിടെ പോയി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ ഇനോസ്കിയുടെ തലയ്ക്ക് അടിച്ചതുപോലെ തന്നെ ഇനോസ്കി തലയും കൊണ്ട് എല്ലാ മരത്തിന്റെ അവിടെ പോയി കൊണ്ട് താൻജറോയുടെ കാക്കി അങ്ങോട്ട് വരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മലയുടെ താരോട്ട് ഇറങ്ങണം, നിങ്ങൾ ഈ മലയുടെ മണ്ടയ്ക്കുള്ള എല്ലാ ഡീമൻസിനെ കൊന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മലയുടെ താരോട്ട് പോകണമെന്ന് നമ്മുടെ താൻജറോയുടെ കാക്ക വന്ന് പറയുക. അങ്ങനെ എല്ലാവരും ഒരു മലയിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആവണം. ഇതേ സമയത്ത് തന്നെ ഇനോസ്കി എന്ന് പറയാണ്, മര്യാദക്ക് നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തോ, എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാതെ നിങ്ങളെ ആരെ ഞാൻ ഇവിടുന്ന് വിടത്തില്ലെന്ന് പറയുവാണ് നമ്മുടെ ഇനോസ്കി. സമയത്ത് തന്നെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്, ഫൈറ്റൊക്കെ നമുക്ക് ചെയ്യാൻ മോനെ, പക്ഷെ ഇപ്പം പറ്റത്തില്ല, കാരണം ഇപ്പം ശരീരം നമ്മുടെ എല്ലാവരുടെ ശരീരം വീക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം ഞങ്ങളോട് വരാൻ പറയുവാണ് നമ്മുടെ താൻജറോ. അങ്ങനെ അവർ മലയുടെ താരോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവർ 2 വരി കാണുവാണ്. അതിൻ്റെ അതിലെ ഒരു വരി കുട്ടികൾക്ക് പോകാനും അതിൻ്റെ അതിലെ മറ്റേ വരി ഇവർക്ക് പോകാനുമാണ്. അങ്ങനെ ആ 3 കുട്ടികളെ പിരിവാന്ന് മനസ്സിലാക്കിയ സെനിറ്റ്സു അവനെ രക്ഷിച്ചാന്ന് വിചാരിക്കുന്ന ആ കുട്ടിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, എടാ നീ കാരണമാണ് ഞാൻ നേരത്തെ രക്ഷപ്പെട്ടെ, നീ ഇവിടുന്ന് പോകലടാ, നീ ഞങ്ങളിവിടെ വാടാന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഇതേ സമയത്ത് തന്നെ താൻജറോ സെനിറ്റ്സുവിനെ പിടിച്ചു മാറ്റാൻ നോക്കുവാണ്, പക്ഷെ അതൊന്നും സമ്മതിക്കുന്നത്. അന്നേരം താൻജറോ പറയാണ്, ഇവൻ നമ്മുടെ ഇവിടെ വന്നാൽ വലിയ പ്രശ്നമാവണം, നീ എന്തുവാടാ പറയുന്നതെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സൊക്കെ പറഞ്ഞിട്ടും സെനിറ്റ്സു അവനെ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ താൻജറോ അവനെ മോന്തം കിട്ടി കൊടുത്തിട്ട് അവനെ ബോധം കെടുത്തി താഴെ ഇടുവാണ്. ആ 2 കൊച്ചുകുട്ടികളുടെയും ചേട്ടനായ ഓറഞ്ച് ഉടുപ്പിട്ട ആ പയ്യന് ഒരു കിരി പോലത്തെ ഒരു സാധനം താൻജറോയുടെ കാക്ക കൊണ്ട് കൊടുക്കുകയാണ്. എന്തോ അത് വെച്ചാൽ വിസ്തീരിയ എന്ന് പറഞ്ഞ പൂവും കൊണ്ടുണ്ടാക്കിയ ഒരു കിരിയാണ് താൻജറോയുടെ കാക്ക കൊണ്ട് ഇവന് കൊടുത്തത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ ഡീമൻസ് എല്ലാം ഇവനെ തെരഞ്ഞു തന്നെ നടപ്പുണ്ടായിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ആ പൂവും കൊണ്ടുണ്ടാക്കിയ ആ കിരി നമ്മുടെ താൻജറോയുടെ കാക്ക കൊണ്ട് കൊടുക്കുന്നത്. വിസ്തീരിയ എന്ന് പറഞ്ഞ പൂ ഈ സീരീസിൽ കാണിക്കുന്നത് അതെവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ താൻജറോ മറ്റേ ഡീമൺ സ്ലെയർ കോമ്പറ്റീഷന് വേണ്ടി പോകാൻ നേരത്ത് ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ പോത്തില്ലേ, ആ മരത്തിലുള്ള സാധനമാണ് വിസ്തീരിയ. അങ്ങനെ ആ 3 കുട്ടികളും താൻജറോയ്ക്ക് ടാറ്റാ ബാബായും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവർ 3 പേര് വീട്ടിലോട്ട് പോവാണ്. പിന്നെ നമ്മുടെ താൻജറോയുടെ കാക്കേനെ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല ബോധം കെട്ടി കിടക്കുന്ന സെനിറ്റ്സുവിനെ തോളത്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഇനോസ്കിയും പുറകെ തന്നെ വരുന്നുണ്ട്. ഈ പ്രാന്തന്മാരുടെ കൂട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എടാ മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടുവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് ചൊറിഞ്ഞുകൊണ്ട് അങ്ങിരിക്കുക നമ്മുടെ താൻജറോനെ. അങ്ങനെ ഇനോസ്കി പറയുന്നുണ്ട്, എന്നാണെങ്കിലും നിന്റെ വീക്ക് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അന്ന് നിന്റെ അന്ത്യമായിരിക്കും നമ്മുടെ ഇനോസ്കി താൻജറോട് പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് താൻജറോ പറയുവാണ്, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല, എൻ്റെ പേര് താൻജറോ കമാഡോ എന്നാ, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഇതൊക്കെ കേട്ടിട്ട് ഇനോസ്കി പറയാണ്, ശരി കുമിഞ്ചിറോ കമാരക്കോ, പേര് തെറ്റിച്ചൊക്കെ പറയുവാണ്. അതുപോലെ തന്നെ അവർ 2 പേര് ചുമ്മാ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജനിച്ചുവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ജനിച്ചു പറയണേ, എടാ നീക്കൊന്ന് മിണ്ടായിരിക്കടാ, എനിക്ക് കുറച്ചേരം മനസ്സമാധാനം താടാ, നീക്ക് എന്ത് വേണമെങ്കിലും കിടന്നാലും. അങ്ങനെ അവരൊരു വീട്ടിലെത്തുവാണ്. അത് വീട് മാത്രമല്ല അവിടെ വിസ്തീരിയ പൂ വെച്ച് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലവും കൂടാണ്. അവിടാണ് സാധാരണ ഡീമൺ സ്ലേയേഴ്സ് മിഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി ഇറങ്ങി വരുവാണ്. പക്ഷേ കണ്ടുടനെ തന്നെ നമ്മുടെ ജനിച്ചു കടന്ന് അലച്ചോണ്ടിരിക്കും, അയ്യോ പിശാച് വന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അലക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് താൻജറോ പറയുവാണ്, എടാ നീ ഒന്ന് മിണ്ടായിരിക്കുമോ, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തന്നെ നമ്മുടെ ഇനോസ്കി എന്നിട്ട് ആ അമ്മച്ചിയുടെ മുടി പിടിച്ച് നെക്കി നോക്കിയിട്ട് പറയുവാണ്, ആ ഇത് കൊള്ളാലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് തന്നെ പഞ്ഞിമുട്ടായിട്ട് കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത്ര വിചാരിക്കുവാണ്, ഈ 2 ബുദ്ധിയില്ലാത്തവന്മാരെയാണല്ലോ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അവർ 3 പേരും ആ വീട്ടിനകത്തിലോട്ട് കയറുവാണ്. വീട്ടിനകത്ത് കയറുന്ന സമയത്ത് തന്നെ മുത്തശ്ശി അവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം വളരെ വളരെ സ്പീഡിൽ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. കഴിക്കാനുള്ള ഫുഡ്, ഉറങ്ങാനുള്ള സ്ഥലം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ കണ്ടിട്ട് ജനിച്ചു വിചാരിക്കുകയാണ്, ഇവർ ശരിക്കും ഭൂതം തന്നെയാണ്, ഇനി ഞാൻ പറഞ്ഞല്ലേ അന്നേരം ഇവർ ഭൂതമാണ്. അങ്ങനെ അവർ 3 പേര് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മുടെ ഇനോസ്കി കൈ കിട്ടുന്ന എല്ലാം അങ്ങെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇത്രയും നാളും കാട്ടിലാണ് താമസിച്ചത്, അതുകൊണ്ട് തന്നെ എങ്ങനെ മാനേഴ്സായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊന്നും അവൻ അറിയില്ല. താൻജറോയ്ക്ക് മനസ്സിലാവാണ് ഇനോസ്കിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടത്, അതുകൊണ്ട് തന്നെ താൻജറോയുടെ ഫുഡും ഇനോസ്കിക്ക് കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇനോസ്കി പറയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ഫുഡും അങ്ങ് വാരി വലിച്ചങ്ങ് തിന്നുവാണ്. അങ്ങനെ അമ്മച്ചി അവർക്ക് 3 പേർക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള ബെഡൊക്കെ സെറ്റാക്കി വെക്കുവാണ്. ഇതേ സമയത്ത് ഇനോസ്കി ഓടിച്ചെന്നിട്ട് ആ ബെഡിലോട്ട് അങ്ങ് കയറി കിടക്കുവാണ്. എന്നിട്ട് ഇനോസ്കി പറയുവാണ്, ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, അതുകൊണ്ട് തന്നെ ഞാനാണ് ഫസ്റ്റ്. ഇതൊക്കെ കണ്ടിട്ട് താൻജറോ പറയുവാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുള്ള ഏത് ബെഡ് വേണമെങ്കിലും എടുത്തോണ്ട് പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന ഇനോസ്കി അവന്റെ തലയണ എടുത്തിട്ട് മോന്ത കിട്ടോ ഒറ്റ ഒരു പ്രശ്നമുണ്ട്, അത് നമ്മുടെ ജനിച്ചുവിന്റെ മുഖത്താണ് കൊണ്ടത്. അതേ സമയത്ത് തന്നെ ഒരു ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ ആ 3 പേരെയും പരിശോധിച്ചിട്ട് പറയുവാണ്, നിങ്ങളുടെ എല്ലിനൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. അങ്ങനെ അവർ 3 പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ നമ്മുടെ ജനിച്ചു ചോദിക്കുവാണ്, നിങ്ങളുടെയൊക്കെ എത്ര എല്ലാം ഒടിച്ചിട്ടുണ്ട്? എനിക്ക് 2 എല്ലാം ഒടിഞ്ഞത്. താൻജറോ പറയുകയാണ്, എനിക്ക് 3, അതുപോലെ തന്നെ ഇനോസ്കിക്ക് 4. അതുമാത്രമല്ല എൻ്റെ തലയിൽ ഇവൻ ഇടിച്ചത് കൊണ്ട് തന്നെ വലിയൊരു മഴയും ഉണ്ടെന്ന് പറയുവാണ് നമ്മുടെ ഇനോസ്കി. കാരണം താൻജറോ ഇനോസ്കിയോട് ക്ഷമ ചോദിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജനിച്ചു പറയുവാണ്, ഇനോസ്കി നീ കാരണമാണ് എൻ്റെ 2 എല്ലാം ഒടിയുന്നത്. ഇനോസ്കി ദേഷ്യപ്പെട്ട് പറയുവാണ്, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, ഇനി അതൊന്നും ആലോചിച്ച് ഒരു കാര്യം വരും. ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വന്ന് ആ അമ്മച്ചി ചോദിക്കുവാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇത് കേട്ട്
എന്നിട്ട് ജെനിച്ച് പറയുവാണ്, അയ്യോ ഭൂതം വന്ന് എന്നെ രക്ഷിക്കണേ. അങ്ങനെ താൻസർ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുവാണ്. ഈ വീടിന് എങ്ങനെ വിസ്റ്റീരിയ എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡീമൺസിൽ നിന്ന് രക്ഷിച്ചത് ഒരു ഡീമൺ സ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഏത് ഡീമൺ സ്ലെയർ വന്നാലും നല്ല രീതിയിൽ പരിപാലിക്കും, അവർക്കുള്ള ഭക്ഷണം കൊടുക്കും, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് ഉറങ്ങാനുള്ള സ്ഥലവും കൊടുക്കും. ഇതേസമയം തന്നെ താൻസർ ഇനോസ്കിയോട് ചോദിക്കുവാണ്, ഇനോസ്കി നിന്നെ ഞാൻ ഡീമൺ സ്ലെയർ കോമ്പറ്റീഷനിൽ വെച്ച് കണ്ടിട്ടില്ല, പിന്നെ നീ എങ്ങനെ ഡീമൺ സ്ലെയർ ആയെന്ന് നമ്മുടെ താൻസർ ചോദിക്കും. ഇത് കണ്ട് ഇനോസ്കി അങ്ങ് പറയുവാണ്, ഞാൻ ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അന്നേരമാണ് ഞാനൊരു ഡീമൺ സ്ലെയറിനെ കണ്ടത്. അവൻ എന്നെ കാട്ടി സ്ട്രോങ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവന്റെ മോന്ത് കിട്ടണം കൊടുത്തിട്ട് അവന്റെ വാൾ എടുത്തിട്ട് ഞാൻ ആ കോമ്പറ്റീഷനിലോട്ടൊക്കെ പോയി. അങ്ങനെ ഞാൻ ആ കോമ്പറ്റീഷനിൽ വിജയിച്ചു. ഇനോസ്കി പറയാണ്, എന്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ എന്നെക്കാട്ടിൽ ശക്തമായുള്ളവരെ കാട്ടിൽ ശക്തിയായിട്ട് എനിക്കൊരു ശക്തിമാനാവണം, അതാണ് എന്റെ ഡ്രീം എന്ന് പറഞ്ഞിട്ട് അവന്റെ മാസ്ക് വെച്ചിട്ട് അവൻ കിടക്കുവാണ്. കേട്ടിട്ട് താൻസറോയ്ക്ക് ഉറക്കം വരുവാണ്. ഇതേ സമയം തന്നെ ദേനിറ്റ്സു ആ താൻസറോട് ചോദിക്കുവാണ്, നീ എന്തിനൊരു പെട്ടിക്കകത്ത് ഒരു ഡീമനെ കൊണ്ട് നടക്കുന്നത്? അന്നേരം നമ്മുടെ താൻസറോ ചോദിക്കുവാണ്, നിനക്കറിയായിരുന്നു അതിൻ്റെ ഒരു ഡീമൻ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നീ ആ പെട്ടി പ്രൊട്ടക്ട് ചെയ്തതെന്ന് ചോദിക്കുവാണ്. നീ ഒരു നല്ലവൻ, അതുമാത്രമല്ല നിനക്ക് നല്ല രീതിയിൽ ധൈര്യമുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ജെനിറ്റ്സുവിന് ഭയങ്കരമായിട്ട് സന്തോഷം വന്നാൽ കട്ടിലക്കടന്ന് ആടുവാണ്. എന്നിട്ട് ജെനിറ്റ്സു പറയാണ്, നീ ഒരു കാര്യം മാത്രം പറഞ്ഞു, നല്ലവനാണ്, പക്ഷെ നീ ധൈര്യവാനാന്ന് മാത്രം പറയരുത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെസ്കോ വരുന്ന പെട്ടി ചെറുതായിട്ട് അനങ്ങുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ജെനിറ്റ്സു, അയ്യോ എന്നെ അമ്മച്ചിയെ ഇപ്പൊ ഡീമൻ ഇറങ്ങി വരുവേ, ഇപ്പൊ എന്നെ കഴിച്ചോണ്ട് പോവേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് താൻസർ പറയാ, എടാ നീ ഒന്ന് മിണ്ടായിരടാ, നീ ഒന്ന് മിണ്ടായ സമയത്ത് ഇവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇനോസ്കി കടന്ന് ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന് ശരിക്കും എന്തോത്തിന് അടി കൂടിയത്, എന്തോന്ന് എനിക്ക് ഓർമ്മ ആയിട്ടില്ല, എന്തോത്തിന് നമ്മൾ ശരിക്കും അടി കൂടിയത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചു അതിൽ നിന്ന് ഡീമൻ വരുന്നെന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഡീമൻ വന്ന് എന്നെ കഴിച്ചോണ്ട് പോവേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എടാ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ഇനോസ്കിയുടെ സ്ഥലത്തോട്ട് വന്നു. ഇനോസ്കി ആണെങ്കിൽ കാല് വെച്ച് തോരിച്ചിട്ട് അവനെ നമ്മുടെ നെസ്കോടെ ഇരിക്കുന്ന പെട്ടിയുടെ സൈഡിലോട്ട് കൊണ്ടുപോയി. ഇതേ സമയത്ത് തന്നെ നെസ്കോ ആ പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഇതേ സമയത്ത് തന്നെ അയ്യോ എന്നെ ഡീമം കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റ്സു ഒരു ഷെൽഫിന്റെ അകത്തോട്ട് കയറി ഇരിക്കും. ആ പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ നെസ്കോനെ നമ്മുടെ ജെനിറ്റ്സു കാണുന്നുണ്ട്. നോക്കാൻ നേരത്ത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഇതിനെ കണ്ടിട്ട് നമ്മുടെ ജെനിറ്റ്സുവിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ജെനിറ്റ്സു കരഞ്ഞുകൊണ്ട് പറയുവാണ്, എടാ നീ എന്തുവാടാ കാണിച്ചത്, നീ ഒരു പെൺകുട്ടിയെ പെട്ടിക്കകത്ത് ഇട്ടുകൊണ്ട് നടക്കുവാണ്, എന്നിട്ട് ഞാൻ കെട്ടാനിരുന്ന ഗേൾ ഫ്രണ്ട് നീ പറഞ്ഞു വിട്ടില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊല്ലുവടാന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതം തൊലച്ചവനെ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഉറപ്പായിട്ടും കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റ്സു അവന്റെ വാൾ എടുത്തിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇനോസ്കി കൂർക്ക വലിച്ച് കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് അനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 14ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരാം. ബൈ.